കപ്പൽ നിർത്താൻ നോക്കൂ. ഈ കപ്പലിനെ നിർത്താൻ പറ്റുന്നില്ല. നമ്മുടെ ഷിപ്പ് ഐസിൽ കുടുങ്ങിപ്പോയി. ആ ഐസ് പൊട്ടിപ്പോകാതെ നമുക്കിനി കപ്പലുമായിട്ട് മുന്നോട്ട് നീങ്ങാനേ കഴിയില്ല. ഇത്രേ ഉള്ളോ? ഐസ് പൊട്ടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ഉടനെ ഒരു പാട്ട് പാടിയാൽ ഐസൊക്കെ ആകെ ഉരുകിപ്പോകും. കാണണോ നിങ്ങൾക്ക്? ഐസ് കെട്ടൊക്കെ പൊട്ടി. മതിയാക്ക്, നിർത്തൂ. താങ്ക് യു. ഓക്കേ ഓക്കേ, ഒന്ന് മൂട് പിടിച്ച് വന്നതേ ഉള്ളൂ. ഓ, കപ്പലിന്റെ അടിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. കപ്പല് മുങ്ങിക്കൊണ്ടിരിക്കുക. എല്ലാവരും ലൈഫ് ബോട്ടിലേക്ക് ചെല്ല്. ഇത് വളരെ അത്ഭുതമായിരിക്കുന്നല്ലോ. പെൻഗ്വിൻസ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണോ? ഞാൻ ഉടനെ ശിവയെ ഫോൺ ചെയ്യാം. അവൻ തീർച്ചയായും നമ്മളെ സഹായിക്കും. മുത്തശ്ശ, എന്താ? ഓക്കെ മുത്തശ്ശ, വിഷമിക്കണ്ട. ഞാൻ ഇപ്പൊ തന്നെ അവിടെ എത്തും. പേടിക്കണ്ട. മുത്തശ്ശന്റെ ഷിപ്പ് ഐസ്ലാൻഡിൽ കുടുങ്ങിപ്പോയെന്ന്. ലൈഫ് ബോട്ടിൽ കയറി ഒരു അരികത്ത് പോയിരിക്കാനത്രേ. എത്രയും പെട്ടെന്ന് ഞാൻ ചെന്ന് മുത്തശ്ശനെ രക്ഷിക്കണം. ഞാൻ എന്താ ഈ കേൾക്കുന്നത്? എനിക്ക് മനസ്സിന് ഒരു സമാധാനവും ഇല്ല. നിങ്ങൾ വിഷമിക്കണ്ട മുത്തശ്ശി, ഞാൻ പോയി മുത്തശ്ശനെ കൊണ്ടുവരുമല്ലോ. ഞാൻ ലഡു സിംഗ് സാറിനെ ഒന്ന് ഫോൺ ചെയ്യട്ടെ. ഹലോ ലഡു സിംഗ് സാർ. ശരി, ഞാൻ നിങ്ങളെ കോർട്ടിൽ വെച്ച് മീറ്റ് ചെയ്യാം. വരൂ മര്യാദയ്ക്ക്. എല്ലാവർക്കും സ്വാഗതം. ഞാനാണ് മിസ്റ്റർ ഐസ്. ബട്ട് ഐ ആം നോട്ട് നൈസ്. ഞാൻ പറയുന്നതൊക്കെ മര്യാദയ്ക്ക് അനുസരിച്ചോണം. ഞാൻ ഭയങ്കര ചൂടനാ, അറിയോ? എല്ലാത്തിനെയും ഞാൻ വെറുതെ വിടില്ല. എല്ലാവരോടും ടൈമിംഗ് സൂട്ട് ഇടാൻ പറയൂ. എന്നിട്ട് ഇവരെ എല്ലാം കടലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ. കപ്പലിലുള്ള മുതലുകളെല്ലാം ഇവന്മാര് കടലിന്റെ അടിയിൽ പോയിട്ട് എടുത്തുകൊണ്ട് വരും. മനസ്സിലായല്ലോ? എന്നെ കൊണ്ട് വെള്ളത്തിൽ പോകാൻ പറ്റില്ല. എനിക്ക് ഡൈവിംഗ് ഒന്നും അറിയില്ല. ഞാനൊരു വൃദ്ധനായ മനുഷ്യനാണ്. എന്റെ വയസ്സ് കണ്ടില്ലേ? വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പാട്ട് പാടി കേൾപ്പിക്കാം. പാട്ടുകൾ പാടി നിങ്ങളെ ആനന്ദത്തിൽ ആറാടിപ്പിക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് നല്ല രസമായിരിക്കുമല്ലോ. ശരി, പാടൂ. ശരി, പാട്ട് പാടാം. പക്ഷെ അതിനു മുമ്പ് ഇത് പറയൂ, നിങ്ങൾ എല്ലാവരും എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ കപ്പൽ കൊള്ളക്കാരാ. ഇതുവരെ അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലേ? ഞാനാണ് ഇവിടുത്തെ രാജാവ്. ഞങ്ങളുടെ പെൻഗ്വിൻസ് പോയി കപ്പലിന്റെ അടിയിൽ പോയി ടൈം ബോംബ് ഫിറ്റ് ചെയ്യും.
അങ്ങനെ ഞങ്ങള് കപ്പല് പൊട്ടിക്കും, കപ്പല് വെള്ളത്തെ താഴ്ന്നു പോകും. പിന്നെ ഞങ്ങള് കപ്പലിലെ മൊത്തം സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും. പക്ഷെ അതിന് മനുഷ്യരെ പിടിച്ചോണ്ട് വരുന്നത് എന്തിനാ? ഇവിടെ കുറെ പണികളുണ്ടല്ലോ. കുറച്ചുപേര് ഞങ്ങൾക്കുള്ള ആഹാരം ഉണ്ടാക്കുന്നു, കുറച്ചുപേര് ഇവിടെ വൃത്തിയാക്കുന്നു, കുറച്ചുപേര് സാധനങ്ങളും കൊണ്ടുവരുന്നു. മാൻ പവർ. ഇവിടെ ഞങ്ങൾക്ക് മാൻ പവർ അത്യാവശ്യമാണ്. ഇനി ഒരു ചോദ്യവും വേണ്ട, മര്യാദയ്ക്ക് പാട്ട് തുടങ്ങിക്കോളൂ. പാട്ട് പാടല്ലേ, അയാളെ എങ്ങനെയെങ്കിലും തടയേ. കയ്യും കാലും കെട്ടിയിട്. ആഹാരം കൊടുക്കുമ്പോ മാത്രം അയാളുടെ വായ തുറന്നാ മതി. ഈ ഇഗ്ലു മുഴുവനും പൊട്ടിപ്പോയി. കണ്ടില്ലേ, എല്ലായിടത്തും വിള്ളൽ വീണു. ഇയാളുടെ പാട്ട് കൊടുങ്കാറ്റാണ്. എന്ത് രസാ ഈ സ്ഥലം കാണാൻ. അല്ല, നിന്റെ ഗ്രാമത്തിൽ ഇതുപോലത്തെ സ്ഥലമുണ്ടോ? അതായത് ഇതുപോലത്തെ ഐലാൻഡ്? ഒരു ദിവസം ഞങ്ങളുടെ ഗ്രാമത്തിൽ ഇതുപോലെ കുറെ മഞ്ഞുണ്ടായി. ചുറ്റിനും നല്ല രസമായിരുന്നു. ഞാൻ ഇതുപോലൊരു സ്ലൈഡ് ഉണ്ടാക്കി, എന്നിട്ട് അതിൽ കൂടി ഇങ്ങനെ തീട്ടി കളിച്ചു. ആരാ ജയിച്ചതെന്ന് അറിയോ നിങ്ങക്ക്? പിന്നെ എങ്ങനെ നീ കണ്ട സ്വപ്നം പൊളിഞ്ഞു പോയി? എനിക്ക് നല്ലോം ജലദോഷം പിടിച്ചിട്ടുണ്ടെന്നാ തോന്നല്. ഈ കുട്ടി ഭയങ്കര മിടുക്കനാണല്ലോ. ഇയാൾക്ക് ആ കുട്ടിയെ പരിചയമുണ്ടെന്ന് തോന്നുന്നു. അയാളുടെ വായ കെട്ട് ആ കുട്ടിയെ പോയി പിടിച്ചോണ്ട് വാ. ശിവ 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 ശിവ. ഇവിടെ ആരോ ഉണ്ട്. അയാളായിരിക്കും ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തത്. അവൻ തീർച്ചയായിട്ടും നമ്മളെ കണ്ടുപിടിക്കാൻ വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യാം.
അല്ല ഇവിടെ ആരെയും കാണാനില്ലല്ലോ. ഇതിനകത്തും ആരുമില്ല. ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ എങ്ങോട്ടാണാവോ പോയത്? എന്ത് പറ്റി അങ്കിൾമാരെ? നിങ്ങൾ ആരെ അന്വേഷിക്കുന്നേ? ഏയ് കുട്ടി, ഇങ്ങോട്ട് വാ. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഈ കുട്ടികളിവിടെ വന്നത് എന്തിനാണെന്ന് എങ്ങനെയെങ്കിലും മനസ്സിലാക്കണം. ആ കല്ലിന്റെ പുറകെ ആരോ ഒളിച്ചിരിപ്പുണ്ട്. ഹലോ അങ്കിൾ. ഇനി നീ എന്ത് ചെയ്യാൻ പോകുന്നു കുട്ടി? മര്യാദയ്ക്ക് പോയിക്കോ. എന്നെ എങ്ങോട്ടായി കൊണ്ടുപോകുന്നത്? എന്നെ എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? പറ. അയാളെ മുറുക്കി അങ്ങ് പിടിച്ചോ. ഏയ് കുട്ടി, കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ആദ്യമേ പേര് പറഞ്ഞതല്ലേ, രണ്ടാമതും ഈ പേര് പറയാനായിട്ട് എന്നെ ഇത്രത്തോളം ഇടിക്കണമായിരുന്നു. ഇത് ശരിയല്ല കേട്ടോ. ഞാൻ ആകെ പേടിച്ച് വിറച്ചു പോയി. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തി തന്നെ ഒരു അവസരം തരൂ. ഇത്രയും ആപത്തുള്ള സ്റ്റണ്ടുകളൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു ആളാണ്. അത് കണ്ടോ, അതാണ് അവരുടെ താവളം. മുത്തശ്ശനെ അവിടെ കാണാം. ആ കുട്ടി അവിടെ തടഞ്ഞു നിർത്തൂ. വരൂ ശിവ, വരൂ. ഭയങ്കര ധീരനാണല്ലോ, ഫൈറ്റ് ചെയ്യാൻ മിടുക്കനാണല്ലേ. പക്ഷേ എന്റെ മുന്നിൽ നീ ഒന്നുമല്ല. ഞാനാണ് മിസ്റ്റർ ഐസ് ആൻഡ് ഐ ആം നോട്ട് വെരി നൈസ്. ഞാനാണ് ഇൻസ്പെക്ടർ. ശരി ഇൻസ്പെക്ടർ യാച്ചോ, ഞാൻ പറയുന്നത് ഇവിടെ നടക്കോ. തനിക്ക് എന്നെ അറസ്റ്റ് ചെയ്യാനേ പറ്റില്ല. ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യും. ഇനി പറയൂ കുട്ടി, എന്തിനാണ് ഇവിടെ വന്നത്? ബോസ്, ബോസ്, കുട്ടിയെന്ന് പറയല്ലേ. ഇവനാള് ഭയങ്കര ഇടിക്കാരനാ. കൊള്ളാം. കുട്ടിയെ കുട്ടീന്ന് വിളിക്കാതെ പിന്നെ എന്തോന്ന് വിളിക്കാനാ പറ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. പിടിക്കവരെ, അടിക്ക്, ഇല്ലാതാക്കവരെ.
നീ ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചാണ് ഒന്നും ചെയ്യാതിരുന്നത്. ഇനി നിന്നെ ഞാൻ പുറം ലോകം കാണിക്കത്തില്ല. അല്ല അങ്കിൾ, എങ്ങോട്ടാ പോകുന്നത്? അവിടെ നിൽക്കോ, ഫൈറ്റ് ഇനിയും തീർന്നിട്ടില്ല കേട്ടോ. സുരുകട്ടെ എന്റെ നടുവ് പോയി. ഇനി എന്നെ അടിക്കല്ലേ. മതിയാക്കൂ ശിവ. ഞാനാണ് മിസ്റ്റർ ഐസ്. ഞാൻ നൈസ് ആവാനായി പരിശ്രമിക്കാം. മിസ്റ്റർ അച്ചു, എന്നെ അറസ്റ്റ് ചെയ്തേക്കോ. എന്റെ പേര് അച്ചു എന്നല്ല, ഞാനാണ് ഇൻസ്പെക്ടർ. ഓ, 2 പ്രാവശ്യം അച്ചു അച്ചു. ഓക്കെ മിസ്റ്റർ അച്ചു അച്ചു, എന്നെ അറസ്റ്റ് ചെയ്യോ.